പ്ലാസ്റ്റിക് നോ പ്ലാസ്റ്റിക് ഇതിൻ്റെ ഉപയോഗിക്കുന്നതാണ് സാധനം ഇതെന്ത് വരുന്നത് എന്താറില്ല എന്റെ പേര് മനസ്സിലായില്ല. സാധനം പ്ലാസ്റ്റിക് തോന്നില്ലേ? നല്ല മൂവി ഉണ്ട് സാധനം. എവിടെ വരുന്നത്? ഇതിപ്പോ നിങ്ങള് കൗണ്ടറാ ഫലിപ്പറമ്പാണ്. വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് UAE തന്നെ വളരെ പ്രസിദ്ധമായ വേൾഡിലെ അറിയപ്പെട്ട വെജിറ്റബിൾ മാർക്കറ്റുകളിലൊന്നായ അവീർ വെജിറ്റബിൾ മാർക്കറ്റിൽ പുതുതായി ഓപ്പൺ ചെയ്ത ഭീമൻ റീറ്റെയിൽ ഷോപ്പിൻ്റെ കാഴ്ചകളിലേക്കാണ്. കാണാനുണ്ട്, കാഴ്ചകളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുത്, മുഴുവനായിട്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇന്നത്തെ യാത്രയിൽ നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ നജ്മുദ്ദീൻ പുതിയങ്ങാടി. അദ്ദേഹത്തിൻ്റെ പുരാവസ്തു ശേഖരണത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ അദ്ദേഹവും കൂടി നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അവീർ വെജിറ്റബിൾ മാർക്കറ്റിനുള്ളിൽ തന്നെയുള്ള വേൾഡ് ഫേമസ് ആയ യൂണിയൻ കോപ്പറേറ്റീവിയുടെ മുന്നിൽ അതിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ആ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ വരിക, കാഴ്ചകൾ കാണുക. അവീർ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ വളരെ വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടെ സജ്ജീകരിക്കപ്പെട്ടിയ ബ്ലൂം മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു മാർക്കറ്റിൻ്റെ സുന്ദരമായ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നജ്മുദ്ദീൻ പുതിയങ്ങാടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കറ്റിനുള്ളിലെ കാഴ്ചകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പുറത്ത് ചെറിയ ഒരു കുട്ടികൾക്കും ഫാമിലികൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് നമ്പർ 1, 2 എന്ന രൂപത്തിലാണ് ഈ ഒരു മാർക്കറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ 1 മാർക്കറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ മക്കളെ, അവീർ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഫേമസ് ആയ ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ്. അവിടെ റീറ്റെയിലും ഹോൾസെയിലുമായി ഒരുപാട് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടുകൾ നടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ പുതുതായി സജ്ജീകരിക്കപ്പെട്ട ഈ ഒരു റീറ്റെയിൽ ഷോപ്പ് വളരെ വിപുലമായ കാഴ്ചകളാണ്. ഒരു ഫ്രൂട്ട്സിൻ്റെ കലവറ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഫുള്ളായിട്ട് കാണാം. അവീർ വെജിറ്റബിൾ മാർക്കറ്റ് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ വരികയും കാണുകയും ചെയ്യാൻ പറ്റിയ, ശരിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പുതുതായി സജ്ജീകരിക്കപ്പെട്ട റീറ്റെയിൽ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ.
മായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് ഈ ഒരു മാർക്കറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മാർക്കറ്റിൻ്റെ അടിഭാഗം മൊത്തത്തിൽ പാർക്കിംഗ് ആണ്. പ്രൈവറ്റ് കാറുകൾക്കും അല്ലാത്ത കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 4 പുറത്തും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രൂപത്തിലാണ് ഈ ഒരു മാർക്കറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. ഭയങ്കര സെറ്റപ്പാട്ടോ. അടി നോക്കി ലിഫ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇതിൻ്റെ ഉപയോഗിക്കുന്നതാണ്. സാധനം ഇതെന്താ വരുന്നത്? പേര് മനസ്സിലായില്ല. സാധനം പ്ലാസ്റ്റിക് തോന്നില്ലേ? നല്ല മൂവിയുണ്ട് സാധനം. എവിടെ വരുന്നത്? ഇതിപ്പോൾ നിങ്ങൾ കൗണ്ടറാ കൗണ്ടർ ഇപ്പം എങ്ങനെയാണ്? ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് കുറച്ച് ആളുകളുടെ തിരക്ക് കുറവുണ്ട്. എന്തായാലും അവിയൂർ ചരിത്രത്തിൽ അവിയൂർ നിലവിലുള്ള ഖത്താർ മാർക്കറ്റൊക്കെ നമുക്ക് കണ്ടാലറിയാം. ഏറ്റവും കൂടുതൽ ആൾത്തിരക്കുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് അവിയൂർ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പുതുതായി ഓപ്പൺ ആയതുകൊണ്ട് കൗണ്ടറുകളും മറ്റുള്ളതൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. നോക്കാം നമുക്ക്. ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ നാട്ടിലെ ചക്ക, അതുപോലെ തന്നെ മാങ്ങകളും മറ്റുമൊക്കെ പല രൂപത്തിലും ഭാവത്തിലുള്ള പിന്നെ ഫ്രൂട്ട്സുകൾ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് തന്നെയാണ് അവിയൂർ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ മറ്റെല്ലാ മാർക്കറ്റുകളെ പോലെ തന്നെ ഈ ഒരു മാർക്കറ്റിൻ്റെ വലിയ പ്രത്യേകത. और ये अपना लोग है बांग्लादेश बांग्लादेश का ये केरला में दिया है ये थाईलैंड का है और ये भी थाईलैंड का कोकोनट ये अमेरिकन मेड इन यूएसए ये वियतनाम का है और ये बांग्लादेश का अच्छा मैंगो है। ओ बांग्लादेश ये बहुत अच्छा है, बहुत मीठा है। एक बार खाएगा तो दोबारा लेके जाएगा। ये चेरी मेड इन यूएसए 45 പക്ഷെ എന്താ വെച്ചാൽ കസ്റ്റമർ ആണ് വരെ റെന്റ് ഇല്ലാതെ പറയും. ആ 3 മാസം കൊണ്ട് മാക്സിമം ഉണ്ടായി കഴിഞ്ഞാല് അതെ അതെ ആ 3 മാക്സിമം ഇവിടെ കുറേ ഷോപ്പുണ്ട്, കുറേ ഉണ്ട്. DC പല ഭാഗത്തുണ്ട്. ജ്യൂസ് കൊടുക്കുന്നത് ശരിയത് അല്ലല്ല അത് അല്ലല്ല, ആ ഓക്കെ ഉണ്ടാക്കി കൊടുക്കും. ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നോ? ഇത് ഫ്രഷാണോ? ഇളനീരും ജ്യൂസും ഒക്കെ അല്ലേ? ഇട്ടിട്ട് അരിച്ചെടുക്കുക. ആ സാധനം ഉള്ളിലിട്ട് ഇതിൽ വെക്കും, അരിച്ചു കൊടുക്കും. അതിന് ഓരോ ഗ്ലാസിൻ്റെ സൈസാണ് ഉണ്ടല്ലേ ഫ്രഷ് ജ്യൂസ്. ഖത്താർ മാർക്കറ്റും ഇവിടെയായിട്ട് ചെറിയ വ്യത്യാസം കണ്ടത് നേരത്തെ ഫ്രഷ് ജ്യൂസുകളൊക്കെ ഇവിടെ പിന്നെ മാർക്കറ്റിൽ നിന്ന് തന്നെ ഫ്രഷ് ജ്യൂസുകൾ കിട്ടാനുള്ള പിന്നെ കൗണ്ടറുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ലോകാട്ടോ.
السلام عليكم. شو اخبارك؟ الحمد لله. هذا باكستان ولا بنغلاديش؟ باكستان ولا بنغلاديش؟ مصري مصري. ما شاء الله. انت من مصر لا؟ من مصر. هذا بس جايبها طيران. بوكس كم هذا؟ البوكسه دي 4 كيلو. 4 كيلو. 4 كيلو صافي. كم هذا؟ 4 كيلو ب 40. زين ما شاء الله. بس مانجا ايه بقى عسل نحل. دي جايه من الاسم ده تين. في مشكلة هذا. ايوه ما انا قلت له نو. شو اسمه هذا؟ تين شوكي. شوكي. شوك هذا من لكن تين صبار. زين. شفت الصبار ده كده حلو هذا؟ قوي حلو قوي. زين. هذا بوكس كم؟ 40. 40 بس. زين. كامل واحد صنف هذا؟ كامل واحد صنف ولا لا صنفين. صنفين؟ بص دي ده نوع تاني ده. دي اسمها زبدية. مصري برضه. كبير والله. دي حاجة. ممكن حاجة. ممكن هذا تقريبا 500 لا؟ هاف كيلو لا؟ صح؟ شو اسمه هذا المانجا؟ دي اسمها سديقة. سجية. زين. والتانية اسمها زبدية اللي هي الكبيرة دي اللي هي هذه. دي صديقة دي زبدية دي صديقة. زين. نفر فيه كاستمر فيه زيادة؟ الحمد لله. كاستمر فيه؟ زباين فيه؟ إن شاء الله. إن شاء الله بيجي. الحين ستارتنج لا؟ الحين ستارتنج إن شاء الله بيجي. وايد أسبوع لا؟ بس. كاستمر يجي إن شاء الله. إن شاء إن الله. شاء الله. أبي كري. മാർക്കറ്റിനുള്ളിലൂടെ കടന്ന് ഏകദേശം 800 മീറ്ററോളം ഏകദേശം 1 കിലോമീറ്ററിനോളം അടുത്ത് ഉണ്ട്. പിന്നെ ഈ ഒരു മാർക്കറ്റ് ഗേറ്റ് 2ൻ്റെ അടുത്താണ് ഞങ്ങളുള്ളത്. വളരെ ശരിക്ക് നമ്മൾ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകൾക്കപ്പുറം ഒരുപാട് വ്യത്യസ്തമായ ഫ്രൂട്ട്സിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് കൗണ്ടറുകളും ഒരുപാട് ഷോപ്പുകളും ഇതിനടുത്ത് വരാനുണ്ട്. അപ്പോൾ ഒഴിവിട്ടുന്നവർ പിന്നെ ഫാമിലിയായിട്ടോ അല്ലാതൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ല കാഴ്ചകളുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പുതിയ മാർക്കറ്റ്. അവീർ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള മാർക്കറ്റാണ്. അതോടൊപ്പം ഈ പുതിയ മാർക്കറ്റ് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരും. ഓക്കെ. പൈസ എന്താ പൈസ കൊടുക്കണ്ടേ? ചോദിക്കാൻ പറ്റണ്ട. എല്ലാവരുടെ ഞാൻ ചോദിക്കാൻ പറ്റണ്ട. മോളിൽ എന്തെങ്കിലും ചെയ്യാൻ മാളൊക്കെ തോന്നി. അപ്പ आम के अलावा बनता है, किसी को 200 बनता है, किसी को 200 बनता है दिन में, किसी को 150 बनता है, किसी को 130 भी बनता है। काम गाड़ी चार्जर है ना? चाहते हैं एक चार्ज में कितना? एक दिन में चला सकते हैं, एक दिन बाद तो 8 बजे से अभी तक हम चलाते हैं। अभी हमारा एक तक बैठेगा तो 250 ग्राम फाइन। अब अकेले जाएगा? हम अकेला जाएगा। ओके, जाओ
मैं नाम आपका മാർക്കറ്റിൽ പിന്നെ ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അമ്മാരി വണ്ടികളായിരുന്നു, അതായത് കൈകൊണ്ട് ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്ന വണ്ടികളായിരുന്നു എങ്കിൽ ഇപ്പോൾ അതുമുണ്ട്. അതിന് പുറമെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട മോട്ടോർ സൈക്കിൾ പോലത്തെ വണ്ടികളാണ്. അത് പ്രത്യേകമായി ബലദീയൻ്റെ പാർക്കിങ്ങിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ അതിന് ഇവിടെ പ്രത്യേക ട്രാക്കുകളൊക്കെ ഉണ്ട്. ആ വണ്ടി ഓടിക്കാൻ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ പ്രത്യേക പിന്നെ ഗോയിങ് ആൻഡ് പിന്നെ വരാനും പോകാനൊക്കെ ഉള്ള സ്പേസ് പ്രത്യേകമായി തന്നെ അതിനുള്ള റോഡ് ഇവിടെ മാർക്കറ്റിനുള്ളിൽ കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു.